సుస్వాగతం ప్రేమకుడు పై నిలచిన సాయికి స్వాగతం సుస్వాగతం జగముల నేలే సద్గురు సాయికి స్వాగతం సుస్వాగతం ప్రగతి ప్రగతి పులకించ మాతా సమతలు వెలుగొంద ప్రేమకుడు పై నిలచిన సాయి స్వాగతం సుస్వాగతం శిరోజముఖాధారికి సార్వభౌమ స్వాగతం మందహాసవరునికి సాదరమైన స్వాగతం ప్రేమను పంచి శాంతిని పెంచే ప్రాణమూర్తికి స్వాగతం ప్రేమను పంచి శాంతిని పెంచే ప్రాణమూర్తికి స్వాగతం భక్తిని ముక్తిని జయమును సంగే కరుణామూర్తికి స్వాగతం మగమా మగమా గమదనిగా గమదని సని గమగమగరి సా మగమా మగమా గమదనిగా గమదని సని గమగమగరి సా ప్రేమకుడు పై నిలచిన సాయి స్వాగతం సుస్వాగతం దయతో నిండిన నయనునికి నవ్యమైన స్వాగతం తేనె కురిపించు కన్నునికి మాధుర్యమైన స్వాగతం చెక్కిలి పైన చుక్కతో ఉన్న చక్కని సాయికి స్వాగతం చెక్కిలి పైన చుక్కతో ఉన్న చక్కని సాయికి స్వాగతం కలలో ఇలలో ఎన్నడు వీడని మా స్వామికి స్వాగతం మగమా మగమా గమదనిగా గమదని సని గమగమగరి మా ప్రేమకుడు పై నిలచిన సాయికి స్వాగతం సుస్వాగతం జగముల నేలే సద్గురు సాయికి స్వాగతం సుస్వాగతం ప్రగతి ప్రగతి పులకించ మాతా సమతలు వెలుగొంద ప్రేమకుడు పై నిలచిన సాయి స్వాగతం సుస్వాగతం గమదని సని గమగమగరి సా మగమా మగమా గమదనిగా గమదని సని గమగమగరి సా మగమా మగమా గమదనిగా గమదని సని గమగమగరి సా गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः കുട്ടികളെ, ഇന്ന് ഗുരുകുലത്തിലെ നിങ്ങളുടെ ആദ്യത്തെ പഠനവേദിയാണ് വിദ്യ. അത് പൂർണ്ണമായും സ്വായത്തമാക്കേണ്ടത് ഗുരുനാഥനിൽ നിന്നല്ല. ഒരു ഗുരുനാഥനും അത് പൂർണ്ണമായി പകർന്നു നൽകാൻ കഴിയുന്നതുമല്ല. വിദ്യ അത് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് നാലിലൊന്ന് പഠിക്കുന്നു. നാലിലൊന്ന് സുഹൃത്തുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പഠിക്കുന്നു. സ്വന്തം അനുഭവങ്ങളിലൂടെയും ചിന്തകളിലൂടെയുമാണ് നാലിലൊന്ന് ആർജിക്കേണ്ടത്. ഗുരുമുഖത്ത് നിന്ന് സ്വന്തമാക്കാനുള്ളത് വെറും നാലിലൊന്ന് മാത്രം. കുട്ടികളെ, നിങ്ങൾ പല ദേശങ്ങളിൽ നിന്ന്, പല ഭവനങ്ങളിൽ നിന്ന്, വിവിധ സാംസ്കാരിക പാരമ്പര്യങ്ങളിൽ നിന്ന് വന്നവരാണ്. വ്യത്യസ്ത സ്വഭാവ രീതികളും കാഴ്ചപ്പാടുകളും ഉള്ളവരാണ് നിങ്ങൾ. ഇനി ഏറെക്കാലം ഈ ഗുരുകുലത്തിൽ
ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് നിങ്ങൾ പരസ്പരം അറിയണം, ആദരിക്കണം, വിശ്വസിക്കണം. നാനാത്വത്തിൽ ഏകത്വം. മനസ്സിലായോ? വസുധൈവ കുടുംബം. വസുധ അതായത് ഭൂമി ഏക കുടുംബമാണെന്ന് സാരം. മനസ്സിലായോ? നിങ്ങൾ പരസ്പരം പരിചയപ്പെടണം. മനസ്സിലായോ? ഗുരുകുലത്തിൽ ഇടതന്നെ എല്ലാവരും തുല്യത തന്നെ. എന്നാലും പറയുക, നമ്മുടെ ഒപ്പം വിദ്യാർത്ഥിയായി വന്നിരിക്കുന്ന മണികണ്ഠൻ പന്തള മഹാരാജന്റെ പുത്രനാണ്. മണികണ്ഠൻ ഭാവിയിലെ പന്തള രാജാവാണെന്ന് ഓർക്കണം. ഒരു തമ്പുരാൻ തിരുമനസിനെ തന്നെ സഹപാഠിയായി കിട്ടിയതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. വിദ്യാർത്ഥിയായി കിട്ടിയതിൽ ഗുരുനാഥൻ അഭിമാനിക്കാം. ഗുരുനാഥൻ പകർന്നു നൽകുന്ന നാലിലൊന്ന് വിദ്യ പൂർണ്ണതയിൽ എത്തണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ശുക്ലാം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജ പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങളൊന്നും അവൻ കേൾക്കുന്നില്ല. ഒരു വാക്കുപോലും അവൻ ഉച്ചരിക്കാനുമാവില്ല. കണ്ണൻ ജന്മനാ മോഹനും ബധിരനുമാണ്. എത്രയോ വിദ്യാർത്ഥികളെ വേദങ്ങളും ശാസ്ത്രങ്ങളും അലങ്കാരങ്ങളും പഠിപ്പിച്ച് അകക്കണ്ണി തുറപ്പിച്ചവനാണ് ഈ ഗുരുനാഥൻ. ആ ഗുരുനാഥന് സ്വന്തം മകനെ പഠിപ്പിക്കാൻ യോഗമില്ല. അവന്റെ ശബ്ദം കേൾക്കാൻ ഭാഗ്യമില്ല. ഗുരുനാഥന്റെ മനസ്സിൽ അങ്ങനെ ഒരു തീരാ ദുഃഖമുണ്ടെന്ന സത്യം നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കണം. വിഷമിക്കരുത് ഗുരുനാഥ, കണ്ണന്റെ വൈകല്യങ്ങളൊക്കെ മാറാവുന്നതേയുള്ളൂ. ഇല്ല കുമാര, ജന്മനാവുള്ള വൈകല്യമല്ലേ, അതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. ഗുരുനാഥ, കണ്ണന് ആയുഷ്കാലം മുഴുവനും മൂക്കനും ബധിരനുമായി കഴിയാനുള്ള വിധിയല്ല ദൈവം നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന് മറ്റുള്ള കുട്ടികളെ പോലെ കേൾക്കാനും ഉരിയാടാനും കഴിയുന്നതായിരിക്കും.
കുമാര, 10 മാസം ചുമന്നു പെറ്റ കുഞ്ഞിന്റെ നാവ് കൊണ്ട് അമ്മയെന്ന് വിളിച്ചു കേട്ടപ്പോൾ ഈ സ്ത്രീജന്മത്തിന് ഒരർത്ഥമുണ്ടായിരിക്കും. പെട്ടെന്ന് എല്ലാ പുണ്യങ്ങളും കൈവന്നതുപോലെ. കുമാരൻ ദൈവതുല്യനാണ്. നന്ദി പറയരുത്, ദൈവത്തോടാണമ്മേ. ജന്മന മൂകനും ബധിരമായിരുന്ന എന്റെ ഉണ്ണിയുടെ മൂർത്താവ് കുമാരന്റെ കരസ്പർശമേറ്റപ്പോൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ സത്യസായി പ്രേമ പ്രവാഹിനിയുടെ യാത്രയിലെ 3-ാം ദിവസമാണ്. ഇതിന്റെ പരിസമാപ്തിയോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനം ഉടനെ ആരംഭിക്കുന്നു. ഭഗവാനെ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഈ സ്റ്റേജിലേക്ക് ഉപവിഷ്ടരാകേണ്ട വ്യക്തികളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്റ്റേറ്റ് പ്രസിഡന്റ്, ആദരണീയ സ്റ്റേറ്റ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ നായർ സാർ, സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ, ഫിലിപ്പ പ്രസാദ്, നമ്മുടെ ഈ സുദിനത്തിലെ സായം വേളയിലെ പരമപവിത്രമായ മുഹൂർത്തത്തിൽ മുഖ്യ പ്രഭാഷണത്തിനായി വന്ന ഫിലിപ്പ പ്രസാദ് സാറിനെ വളരെ വിനയപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് ശ്രീ സത്യസായി സേവാ സംഘടനയിലെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആധ്യാത്മിക ശ്രീ പുരുഷോത്തമപിള്ള, സ്റ്റേറ്റ് സർവീസ് കോർഡിനേറ്റർ ഹരികൃഷ്ണൻ, സ്റ്റേറ്റ് യൂത്ത് കോർഡിനേറ്റർ ഹരിപ്രസാദ്, ശ്രീ സത്യസായി സേവാ സംഘടനയുടെ മഹിളാ സ്പിരിച്വൽ കോർഡിനേറ്റർ ആശാ റോയി, ബാലവികാസ് കോർഡിനേറ്റർ മഹിള പ്രീത സതീഷ്, ശ്രീ സത്യസായി സേവാ സംഘടനയുടെ സേവന മഹിളാ കോർഡിനേറ്റർ രശ്മിത ഷാജി, ഇവരെല്ലാവരും സ്റ്റേജിലേക്ക് വരണമെന്ന് വലിയ പുരസ്കാരം അപേക്ഷിക്കും. അടുത്തത് സ്റ്റേറ്റ് ഇൻചാർജ് IT ഹരികൃഷ്ണൻ സ്റ്റേജിലേക്ക് വരാനായിട്ട് വലിയ പുരസ്കാരം ക്ഷണിച്ചു. കൂടാതെ നമ്മുടെ ഈ പരിപാടികളിൽ ഉടനീളം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എറണാകുളം ജില്ലാ പ്രസിഡന്റ് മനോജ് VA ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് DP സത്ദേവിനെ വളരെ വലിയ പുരസ്കാരം ഡയസിലേക്ക് വരണമെന്ന് ക്ഷണിച്ചു. മുൻ നമ്മൾക്കെല്ലാം സന്തോഷം നൽകുവാനുള്ള എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുൻ സ്റ്റേറ്റ് സത്യസായി സേവാ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന മനോജ് മാധവൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. സർവേശ്വരനായ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇവിടെ നിന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായം അർപ്പിക്കുന്നു. സായം നമുക്കറിയാം, നമ്മുടെ ആരാധന മഹോത്സവം ഏപ്രിൽ 24 ആരാധനാ മഹോത്സവത്തോടനുബന്ധിച്ച് സാക്ഷാൽ വൈകുണ്ഠമായ പുട്ടപർത്തിയിൽ നിന്നും ഭഗവാൻ 5 രഥങ്ങളിലായിട്ട് നമ്മളെല്ലാം കാണാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം നേരത്തെ ഞാൻ 1 മാസത്തോളം ആയി ഭഗവാൻ ഇവിടെ എത്തിയിട്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് എന്നിൽ അഭിമുഖമായ കർത്തവ്യം എന്ന് പറഞ്ഞാൽ സ്വാഗതം പറയുക,
ഞാൻ നേരെ സ്വാഗതം പറയുന്ന കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. എനിക്ക് ആദ്യമായി സ്വാഗതം പറയേണ്ടത് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ വിനോദ് ബാബു സാറിനാണ്. നമുക്കറിയാം ഈ ഒരു സംരംഭത്തിൽ ഞാൻ ഒരു മാസക്കാലമായി അദ്ദേഹം പരിപൂർണമായി അതിൽ മുഴുകിയാണ് അദ്ദേഹം നടക്കുന്നത്. അദ്ദേഹത്തിന് ഹൃദയപൂർവ്വമായി സ്വാഗതം ചെയ്യും. അടുത്തതായി എനിക്ക് സ്വാഗതം പറയുന്നത് ശ്രീ സത്യസായി സേവാ സംഘടനയുടെ സാരഥി, സംസ്ഥാന സാരഥി, കരുത്തുറ്റ സംസ്ഥാന സാരഥി ശ്രീ വി ഉണ്ണികൃഷ്ണൻ സാറിനാണ്. സാറിന് ഭഗവാന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സായിറാം. അടുത്തേക്ക് സ്വാഗതം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനും പ്രിയങ്കരനുമായ മുഖ്യ പ്രഭാഷകനായ ശ്രീ ഫിലിപ്പം പ്രസാദ് സാറിനെയാണ് എനിക്ക് സ്വാഗതം ചെയ്യുന്നത്. അദ്ദേഹം നമുക്കെല്ലാം സുപരിചിതനാണ്. സത്യസായി സംഘടനയുടെ ഒരു അംഗം എന്ന നിലയിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സായിറാം. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളാണ്. ആദ്യമായിട്ട് എനിക്ക് സ്വാഗതം പറയുന്നത് നമ്മുടെ ശ്രീ സത്യസായി സേവാ സംഘടനയുടെ സ്പിരിച്വൽ കോർഡിനേറ്റർ, സംസ്ഥാന സ്പിരിച്വൽ കോർഡിനേറ്റർ പുരുഷോത്തം ചേട്ടനാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. സായിറാം. അടുത്ത് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന സർവീസ് കോർഡിനേറ്റർ ശ്രീ ഹരികൃഷ്ണൻ. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. സായിറാം. അടുത്ത നമ്മുടെ സംഘടനയുടെ സ്റ്റേറ്റ് യൂത്ത് ഇൻചാർജ് ശ്രീ സായി പ്രസാദ് സഹോദരനാണ്. അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സത്യസായി സേവാ സംഘടനയുടെ മഹിളാ സ്പിരിച്വൽ കോർഡിനേറ്റർ ശ്രീ ആശാ റായ് മാമിനെയും ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സംഘടനയുടെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ ശ്രീ റീത സതീഷ് മാമിനെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സംഘടനയുടെ സർവീസ് കോർഡിനേറ്റർ, സ്റ്റേറ്റ് സർവീസ് കോർഡിനേറ്റർ രശ്മിത ഷാജി മാഡത്തിനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സായി നീതിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് വിജയകുമാർ സാറിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ മനോജ് സാർ, ശ്രീ ഐജിസിന്റെ ഹരീഷ് സാർ, എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആരെയും വിട്ടുപോയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ഞാൻ ഹാർദവമായി എന്റെ സായിറാം അർപ്പിക്കുന്നു. ജയ് സായിറാം. സ്വാമിയുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്ന സ്വാമിയുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സായി. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശാന്തി നിലയത്തിൽ നിന്നും 5 രഥങ്ങളിലാണ് സ്വാമി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 24-ാം തീയതി പ്രശാന്തി നിലയത്തിൽ നിന്ന് യാത്ര തിരിച്ച സ്വാമി കേരളത്തിൽ സെപ്റ്റംബർ 25-ാം തീയതി വയനാട് ജില്ലയിലൂടെ കേരളത്തിലേക്ക്
അതിനുശേഷം എല്ലാ ജില്ലകളും കവർ ചെയ്ത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ സ്വാമി എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെത്തിയിട്ട് 3 ദിവസമായി. നാളെ സ്വാമി തമിഴ്നാട് സത്യസായി സേവാ സംഘടന സ്വാമിയുടെ ദത്തയും സ്വീകരിക്കും. നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സിംബോളിക്കാണ്. ഈ യാത്ര 5 രഥങ്ങളിൽ 5 സ്ഥലത്ത് സ്വാമി എത്തുന്നു എന്ന് പറയുന്നു. സ്വാമി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഓരോ ഭക്തരുടെയും ഹൃദയത്തിൽ സ്വാമി വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മുടെ ഈ ഓരോ യാത്രയിലും എത്രയോ ആൾക്കാരാണ് സ്വാമിയുടെ ദർശനത്തിനായിട്ട് കാത്തിരിക്കുന്നത്. ഇതുവരെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ എത്രയോ അധികം ആൾക്കാർ ഒരു ജില്ലയിൽ നമ്മൾ പോകുന്ന സമയത്ത് അവരുടെ എക്സ്പെക്റ്റേഷൻ തുടക്ക സമയത്ത് ഒരു 1000 പേര് ആ ജില്ലയിൽ സ്വാമിയുടെ കാണാനായിട്ട് എത്തുന്നതൊക്കെയാണ്. അത് കഴിഞ്ഞത് 2500 ലെവലിലേക്ക് നമ്മുടെ ആൾക്കാരെ ചിന്തിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിലൊന്നും നമ്മൾ സ്വാമിയെ കാണാനായിട്ട് വരുന്ന ഭക്തരുടെ എണ്ണം നിൽക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം അത്രത്തോളം ആൾക്കാരാണ് ഓരോ സ്ഥലങ്ങളിലും. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ സ്വാമിയെ കണ്ട് നിർവൃതിയാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ യാത്രയിലൂടെയുള്ള നമ്മുടെ കൂടെ ഒത്ത് യാത്ര ചെയ്ത ഒരുപാട് പ്രവർത്തകർ, ഓരോ ജില്ലയിലുള്ള പ്രവർത്തകർ, കോർട്ടി അംഗങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ യാത്ര വളരെ സ്മൂത്തായിട്ട് സ്വാമി ആഗ്രഹിക്കുന്ന രീതിയിൽ വളരെ ഡിസിപ്ലിനോടുകൂടി ഓരോ സ്ഥലങ്ങളിലും അതാത് സമയത്ത് നമുക്ക് എത്താനായിട്ട് സാധിച്ചു. സ്വാമിയുടെ ഈ സന്ദേശം നമുക്ക് നൽകുന്ന ഊർജം വളരെ വലുതാണ്. കാരണം 2026 നവംബർ വരെ ഈ ബർത്ത്ഡേ സെലിബ്രേഷനുണ്ട്. ഈ സെലിബ്രേഷനുകളിൽ നമുക്ക് എത്രയോ ആൾക്കാരെ നമുക്ക് കൂട്ടുചേർക്കാനായിട്ട് നമുക്ക് സാധിക്കും. യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾക്ക് ഓരോരുത്തരും നമ്മുടെ യൂണിറ്റി, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി, നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് മുന്നേറാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് സ്വാമിക്ക് കൊടുക്കാൻ പറ്റുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും സൂചിപ്പിക്കാറുണ്ട്, ചില പ്രയാസങ്ങൾ വരാറുണ്ട്, സങ്കടങ്ങൾ വരാറുണ്ട്, കുറ്റപ്പെടുത്തലുകൾ വരാറുണ്ട്. ഈ യാത്രയിൽ നമ്മൾ ഒരുപാട് വളരെ പഴയ പ്രവർത്തകർ നമ്മുടെ സംഘടനയിൽ, ഈ സംഘടന ഇന്ന് ഈ രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി പ്രയത്നിച്ച ഒരുപാട് പ്രവർത്തകരെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അവര് വളരെ വയസ്സായി നടക്കാൻ പറ്റാത്ത ആൾക്കാർ വീൽ ചെയറിൽ വന്ന് നമ്മൾ സ്വാമിയുടെ ദർശനം എടുത്ത ആൾക്കാരുണ്ട്. അന്നത്തെ കാലത്ത് അവരെന്തുമാത്രം പ്രയാസപ്പെട്ടാണ് ഈ സത്യസായി സേവാ സംഘടനയെ ഇന്ന് ഈ രീതിയിൽ നിലനിർത്താനായിട്ട് സഹായിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഇന്ന് സത്യസായി സേവാ സംഘടനയിലെ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ആൾക്കാരെ ഒരു വളരെ ഉയർന്ന ലെവലിലാണ് നമ്മളെ കാണുന്നത്. അന്നത്തെ കാലത്ത് എതിർപ്പുകളിലൂടെ അന്നത്തെ പ്രവർത്തകർ കൊണ്ടുവന്ന ആ മഹാരഥന്മാരെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്വാമിയുടെ സന്ദേശം, ജവോൾ സർവോൾ എന്നുള്ള സന്ദേശം എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് സ്വാമിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുന്നത്. നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരുപാട് വിഷമതകളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ വിഷമതകൾ നമ്മൾ 2 കൈയിൽ നീട്ടി സ്വീകരിക്കുമ്പോൾ അത് സ്വാമി ഏറ്റെടുക്കും. നമുക്കറിയില്ല എന്തുകൊണ്ടാണ് നമുക്ക്
ഒരിക്കൽ ഒരു വിദ്യാർത്ഥി സ്വാമിയുടെ അടുത്തിരിക്കുമ്പോൾ സ്വാമിയുടെ പാദം തഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സ്വാമി കാലിൻ്റെ 2 വിരലുകൾ കൊണ്ട് ആ വിദ്യാർത്ഥിയുടെ കയ്യിൻ്റെ വിരലിനെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്തു. ഈ വിദ്യാർത്ഥിക്ക് ഭയങ്കര വേദന. ഇത്രയും ആൾക്കാരിയ്ക്കുന്നു, അവിടുന്ന് വിളിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന സഹിച്ചു. വിടാനായിട്ട് കൈ വലിക്കുന്നു, പറ്റുന്നില്ല. സ്വാമി വളരെ ബലത്തിൽ പിടിച്ചിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥി അവസാനം കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, കുറച്ച് വിളിക്കാനായിട്ട് തോന്നുന്നുണ്ട്. കുറേ നേരം സ്വാമി പ്രസ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് സ്വാമി റിലീസ് ചെയ്തു. ഈ വിദ്യാർത്ഥിക്ക് വളരെ സന്തോഷമായി. അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞ്, ഏകദേശം ഒരു 10-12 വർഷം കഴിഞ്ഞ് ഈ വിദ്യാർത്ഥി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്ത് ഇരുന്ന ഒരാൾ അക്യുപ്രഷറിൻ്റെ ഒരാളായിരുന്നു. അപ്പോൾ ഇദ്ദേഹം സ്വാമിയുടെ ബുക്കൊക്കെ വായിക്കുന്ന കണ്ടിട്ട് അദ്ദേഹം പരസ്പരം സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം അക്യുപ്രഷറിൻ്റെ ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ തലവേദനയ്ക്ക് ഈ സ്ഥലത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തലവേദന മാറും എന്ന് ഈ അക്യുപ്രഷറിൻ്റെ ഡോക്ടറേറ്റുള്ള ആൾ ഈ വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴാണ് ഈ വിദ്യാർത്ഥിക്ക് മനസ്സിലായത്, ഇത്രയും വർഷം മുമ്പ് സ്വാമി എൻ്റെ വിരലിൽ ഈ പ്രസ് ചെയ്തതുകൊണ്ട് അതിനുശേഷം എനിക്ക് തലവേദന വന്നിട്ടില്ല. അപ്പം ആലോചിച്ച് നോക്കുക, നമുക്ക് ചില പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അത് സഹിച്ച് നമ്മൾ മുന്നേറി കഴിഞ്ഞാൽ അത് നമ്മുടെ കർമ്മഫലങ്ങൾ സ്വാമി തീർത്തു വരുന്നതിന് തുല്യമായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരെയും സ്നേഹിക്കാനും സേവിക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിലും അത് കാണിക്കാണ്ട് നമുക്ക് മറ്റുള്ളവരോട് പുഞ്ചിരിക്കാനും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ ചെയ്യുന്നത്, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സേവനം ആർക്കെങ്കിലും ചെയ്യും, നമുക്ക് സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും സേവനം ചെയ്യും. നമ്മുടെ സൗകര്യത്തിനാണ് നമ്മൾ സേവനം ചെയ്യുന്നത്. ആവശ്യമുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സേവനം ചെയ്തു കൊടുക്കുന്നതാണ് സത്യസായി സേവാ സംഘടനയുടെ സേവന പ്രവർത്തനം എന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. അതിലൂന്നിക്കൊണ്ട് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കട്ടെ. നാളെ നമ്മൾ തമിഴ്നാടിന് രഥം കൈമാറുമ്പോൾ നമ്മൾ രഥവും സ്വാമി കൈമാറുന്നില്ല, രഥം മാത്രമാണ് കൈമാറുന്നത്. സ്വാമിയെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിൽ മറ്റൊരു തീയതിയിൽ സ്വാമി തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സ്വാമിയെ സമർപ്പിച്ചുകൊണ്ട്, ഹൃദയത്തിലെ ആ ചെയറിൽ സ്വാമിയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടുകൂടി സമൂഹത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളും സേവനങ്ങളും ചെയ്തുകൊണ്ട് സമൂഹത്തിലേക്ക് പുഞ്ചിരിച്ച് ചെയ്തുകൊണ്ട് ലവ് സർവോടുള്ള സന്ദേശം സമൂഹത്തിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മക്കൾ സ്വാമിയുടെ പാദത്തിൽ വയ്ക്കുന്നു. ജയ് സായിരാം. ഓം ശ്രീ സായിരാം. അധ്യക്ഷ പ്രസംഗമില്ല. അടുത്തത് മുഖ്യ പ്രഭാഷണമാണ് ഫിലിപ്പ് എം പ്രസാദ്. ഫിലിപ്പ് എം പ്രസാദിൻ്റെ കൂടെ പുട്ടപ്പർത്തി 1985 ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ആക്സിഡൻ്റലായിട്ട് യാത്ര ചെയ്യുമ്പോഴാണ് പഞ്ചഭൂതങ്ങളിൽ അതീശത്വമുള്ള മയോത്തേക്ഷയുടെ പ്രകൃതീഹി എന്ന് പറയുന്ന ഭഗവാന്റെ ശക്തി സ്വരൂപം എനിക്ക് ഉറച്ച് ഉണ്ടായ ഒരു അനുഭവമാണ് ഫിലിപ്പ് പ്രസാദിൻ്റെ കൂടെയുള്ള ആദ്യത്തെ യാത്ര. അത് എനിക്ക് ഈ മുഹൂർത്തത്തിലല്ല, ഞാൻ ഏത് മുഹൂർത്തത്തിൽ പറയാൻ പറ്റും. അത് തന്നെയാണ് എൻ്റെ അധ്യക്ഷ പ്രസംഗം. സായിരാം. മുഖ്യ പ്രഭാഷണത്തിനായി ഫിലിപ്പ് പ്രസാദിനെ ആദരവ് ക്ഷണിച്ചു. ഓം ശ്രീ സായിരാം. കേൾക്കാമല്ലേ? ഞാനെൻ്റെ തുടങ്ങുന്നത് സായി ഭക്തന്മാരെ ഏറ്റവും ദുരിതവും കഷ്ടപ്പാടുമുള്ള ശരിക്കും തറ പറ്റിയാൽ ഒരു പുസ്തകം എടുത്ത് വായിക്കാത്തത് സായി സച്ചരിതം. ശ്രീ
ശുദ്ധി സായി ബാബയുടെ ചരിത്രം. അതിലെ ആദ്യത്തെ അധ്യായത്തിലെ ഒരേ ഒരു കഥയുള്ളൂ. അതിലേക്ക് 2 മിനിറ്റ് ശ്രദ്ധ ക്ഷണിക്കാം. ശുദ്ധി ബാബ ഗോതമ്പ് കുടിക്കുക. അതിന്റെ താത്വിക പ്രാധാന്യത്തിലേക്ക് മനസ്സിലാക്കുന്നു. ഗോതമ്പ് പൊടിക്കുമ്പോൾ 3-4 കുഞ്ഞുങ്ങൾ വന്നിരുന്ന് പാട്ടും പാടി ഉത്സാഹത്തോടെ കൂടെ കുടിക്കാൻ പറ്റും. അവർ പിന്നെ തന്നെത്താൻ കുടിക്കാൻ പറ്റും. ഭഗവാനെ മാറ്റി നിർത്തി തന്നെത്താൻ കുടിക്കും. കുടിച്ചു കഴിഞ്ഞിട്ട് അവരെല്ലാം വാരി കൂട്ടിയെടുത്ത് പങ്കുവെക്കുന്നു. അവരെല്ലാവരും ഇതെന്തിനാ ഭഗവാൻ, ഈ ഭഗവാന്മാർക്കൊക്കെ ഇത് എന്തിനാണ്? അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. ഭഗവാനൊന്നും ആവശ്യമില്ല. ഇത്തിരി ഓമക്ക ചപ്പാത്തി തൃപ്തനാവുന്നതാണ്. അത് ഞങ്ങൾ കൊണ്ടുപോകും. അവര് 4 പകുത്ത് അതൊക്കെ കൃത്യമായി പകുത്തെടുത്ത് അത് വീട്ടിൽ കൊണ്ടുപോകാൻ തുടങ്ങി. നമ്മൾ അതുപോലെ രഥം വന്നാലും ഭഗവാൻ വന്നാലും അത് പകുത്തെടുത്ത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് നമ്മൾ. യാതൊരു ദയയില്ലാതെ പകുത്തെടുത്തു. ഭഗവാൻ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കാൻ പോലുമുള്ള ശേഷി അവരില്ല, നമുക്കിപ്പോഴും ഇല്ല. ഈ രഥത്തിന്റെ കാര്യത്തിൽ പോലും അതായിരിക്കും ശരി. നമ്മളിത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനാണ് ഈശ്വര കൃപ. സത്യസായി സംഘടന മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. ഉപകരണം എന്ന് പറഞ്ഞാൽ, കരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. അത് മെയിൻ ഇൻസ്ട്രുമെന്റ് പോലും അല്ല ഇത്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഭഗവാന്റെ മെയിൻ ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മളെന്ന്. അല്ല, ഉപകരണമാണ്. കരണമല്ല, ഉപകരണം മാത്രമാണ്. ഈ സകല പ്രപഞ്ചത്തിലെയും സകല ആധ്യാത്മിക ശക്തികളെയും ഒരേ സമയം തന്റെ ഉപകരണങ്ങളാക്കി ഉപയോഗിക്കുന്ന മഹാസാന്നിധ്യത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ആ ഉപകരണം മാത്രമാണ് ഞാനെന്നുള്ള പരിമിതമായ ഉപകരണം മാത്രമാണ് നമ്മളൊക്കെ ഒരു ധാരണ ആ സ്ത്രീകൾക്കില്ലാത്തതുപോലെ നമുക്ക്. അവരത് എന്തിനായിട്ടാണ് കാണുന്നത്? അവരുടെ കാര്യമില്ല. ഗ്രാമാതിർത്തിയിൽ കൊണ്ടുപോയി വിതറുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്ന് തലച്ചോറിലൊരു ചിന്ത പോലും അവർക്കുണ്ടായിട്ടില്ല. അതുപോലെയാണ് നമ്മൾ. ഗ്രാമാതിർത്തിയിൽ കൊണ്ടുപോയി വിതരണം ചെയ്താൽ അത് പ്രപഞ്ചത്തിന്റെ അതിരുകളിൽ പ്രപഞ്ചത്തിന് വിതരണം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. ഇത് ഇന്ത്യ എന്ന മഹാ അതിരുകൾ കലത്ത് കിടക്കുന്ന സ്ഥലത്ത് വിതരണം ചെയ്യുന്ന കൃപയാണ്. ഈ രഥം അത് എടുത്തുകൊണ്ടുപോയി കൊടുക്കുന്ന ഉപകരണങ്ങൾ മാത്രമാണ് നമ്മളെന്നുള്ള ധാരണ നമുക്കില്ല. നമ്മളിത് വിതരണം ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാതെ വിതരണം ചെയ്യുന്നവരാണ്. അതിനൊന്നും തെറ്റേ വേണ്ട. ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്ന കാലം എന്താണെന്ന് നമുക്കൊരു എത്തും പിടിക്കുന്നില്ല. കോളറ പോലെ ഒരു ഏർപ്പാടാണത്. അതെന്താണെന്ന് ശുദ്ധി ബാബ കോളറയെ തടുക്കാനാണ് ഗോതമ്പ് വിളിക്കുന്നത്. ഈ രഥം എന്തിനു വേണ്ടിയാണ് ഈ നാടുകളിൽ കൂടി ഉരുട്ടിക്കൊണ്ട് നടക്കുന്നതെന്ന് നമുക്ക് സത്യസന്ധമായ ഒരു പിടിയില്ല. ഭഗവാന്റെ ഒരു വിതരണക്കാരൻ. അത്ഭുതങ്ങൾക്കല്ല, അത്ഭുതങ്ങൾ മാത്രമല്ല, പ്രപഞ്ചത്തെ മുഴുവൻ കൈപിടിച്ച്
ആത്മീയതയിലേക്ക് ഉയർത്തുന്ന ഒരു മഹാ ഏർപ്പാടാണ് ചെയ്യുന്നത്. ശുദ്ധി ബാബയുടെ വിതരണം കൊണ്ട്, പുതിയ വിതരണം കൊണ്ട് കോളമാർഗ മാത്രമല്ല ചെയ്തത്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ആത്മീയതയിലേക്ക് ആകർഷിച്ച വിസിറ്റിംഗ് കാർഡായിരുന്നു ഉധി വിതരണം. ഈ ഉധി വിതരണം ഇത് ഉധിയാണ്. ആ തുടക്ക വിട്ടുപോകുന്ന ആരും വേണ്ട. ഇത് വിഭൂതി മാത്രമല്ല, ഇത് ഉധിയും കൂടിയാണ്. ഈ ഉധിയുടെ വിതരണം ലോകം എന്റെ മനസ്സിൽ തോന്നുന്ന അതിര് കടന്ന അഭിപ്രായമാണെന്ന് ആരും ധരിക്കും. ചിലപ്പോൾ ധരിച്ചു പോയേക്കാം. പ്രപഞ്ചം ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയായിരിക്കും ഒരു പക്ഷേ. പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ എപ്പോഴും പറഞ്ഞു വന്നിരുന്ന നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് നമ്മൾ വിദ്യാഭ്യാസത്തെ മുഴുവൻ നശിക്കും. പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിലുള്ള ആശ്രിതത്വം കൊണ്ട് നമ്മൾ മരുന്നുകളെ വെറും വ്യവസായമാക്കി മാറ്റി. നമ്മുടെ കൃഷിയെ നമ്മൾ കുറച്ചു. ഇതൊന്നും തിരുത്താതെ പേസ്റ്റ് ലോകത്തെ വെളുപ്പിക്കാനാണ്, കള്ള വെളുപ്പിക്കൽ നടത്താനാണ് സത്യസായി ബാബ വന്നതെന്നായിരുന്നു ധരിക്കുന്നത്. മിനുക്കുപണി നടത്താൻ, ആത്മീയ മിനുക്കുപണി നടത്താനാണ് സായിബാബ വന്നതെന്നായിരുന്നു വിചാരിക്കുന്നത്. ഈസ് നോട്ട് ഒരു ബ്യൂട്ടീഷ്യൻ അല്ല. ലോകത്തിന്റെ ബ്യൂട്ടീഷ്യനായി സത്യസായി ബാബയെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അഹോ കഷ്ടം എന്നേ പറയാറുണ്ട്. ഇങ്ങനെ മീശയില്ല, ഇവിടുത്തെ ശരിയാക്കി, ഇവിടുത്തെ മണമൊന്നും വരും. ആ ഇടപാടാണ് സത്യസായി ബാബയുടെ ഇടപാട്. ഇതൊരു മഹാമാറ്റത്തിന്റെ ഒരു തുടക്കം കുറിക്കാൻ വേണ്ടി ജനങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന ഒരു മഹാപ്രക്രിയയ്ക്ക് സമാധിക്ക് ശേഷം ഭഗവാൻ തുടക്കമിടുകയാണ്. അതിലെ പെണ്ണുങ്ങളെ പോലെ നമ്മള് ഇതൊക്കെ പകുത്തെടുത്തുകൊണ്ട് നമുക്ക് കൊണ്ടുപോയി വിചാരിക്കുകയല്ല വേണ്ടത്. ഇത് നാടിന്റെ 4 അതിരുകളിലും സുലഭമായി ഓരോ മൂലയിലും വിതരണം ചെയ്യാനുള്ള ഒരു സന്ദേശമാണ്. ഈ സന്ദേശം ലോകത്തെ ആത്മീയമായി ഉദ്ധരിക്കുന്നതിന്റെ സന്ദേശം. ആത്മീയമായി ഉദ്ധരിക്കുന്നതിന്റെ ഒന്നാമത്തെ പലക എന്താണ്? വേദോദ്ധാരണം. എനിക്കിത് തിരുവനന്തപുരത്ത് വരുമ്പോ ഒരു വലിയ അഭിമാനമുണ്ട്. ഞാൻ വൈദ്യനാഥൻ സാറിന്റെ കൂടെ നടന്ന ജോലി ചെയ്ത ആളാണ്. വൈദ്യനാഥൻ സാറ് നമുക്കൊക്കെ അറിയുന്ന വൈദ്യനാഥൻ സാറിന്റെ ഒരു മഹാപ്രതീകമാണ്. സ്വാമിയുടെ വേദോദ്ധാരണ ചടങ്ങിന് തുടക്കമിട്ട ആളാണ് കേരളത്തിൽ. ഓടി നടന്ന് ഞാൻ അതിലൊരു സംഭവം പറയാം. വൈദ്യനാഥ സാറ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ഇറങ്ങി വരുമ്പോ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്കിതിനെ വേണം, എന്റെ മോന്റെ കാര്യം ഇപ്പൊ അത് ചെയ്യും. ആ വൈദ്യനാഥൻ സാറാണ് ഇവിടെ കേരളത്തിൽ ആദ്യമായി ഒരു ബ്രാഹ്മണൻ ഇറങ്ങി വന്ന് സാധാരണ കുട്ടികളെ ജാതിയും മതവും നോക്കാതെ വേദം പഠിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സമൂഹം അദ്ദേഹത്തെ അതിൽ നിന്ന് ഒറ്റപ്പെടുത്തി. ഒരു തരത്തിലും കൂസാതെ ആ മനുഷ്യൻ 100കണക്കിന് വേദം പഠിച്ച അധ്യാപകനെ ഉണ്ടാക്കി. ആ അധ്യാപകർ പഠിപ്പിക്കാൻ അദ്ദേഹം അവരുടെ ജാതിയും ഒന്നും നോക്കിയില്ല. എന്തിനേയും പഠിപ്പിച്ചു. ഞാൻ വേണ്ടത് പഠിച്ചില്ലെങ്കിൽ ഒന്നും നോക്കിയിട്ടില്ല. ഇത് സത്യസായി ബാബ ആരംഭിച്ച പ്രക്രിയയാണ്. ഇന്ന് വേദം എവിടെ എത്തി? ശ്രീവട്ടാസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റും വേദം ചൊല്ലി നടന്നു. അപ്പൊ അവിടുത്തെ സ്ത്രീകള് പരാതി പറഞ്ഞു, എന്നോട്ടും പരാതി പറഞ്ഞു. ഇതെന്താണ്? പെണ്ണുങ്ങൾ ശ്രീവട്ടാസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റും വേദോദ്ധാരണം നടത്തിയാൽ, വേദം ചൊല്ലി നടന്നാൽ ഈ ലോകം മുടിഞ്ഞു പോകുമെന്നാണ് അവർ പറഞ്ഞത്.
പെണ്ണുകൾ കൂടി അതിന്റെ പുറകെ നടക്കുന്നത്. സത്യസായി സംഘടനയാണ് അഭിമാനത്തോടെ നമുക്ക് പറയാം ആദ്യമായി ചെയ്തത്. സ്ത്രീകൾക്ക് വേദനല്ല, ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വേദനല്ല. ഇത് സ്വാമി അവിടെ കുറ്റപത്തിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് എങ്ങനെയാണ്? എന്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് സ്വാമി ഇംപ്ലിമെന്റ് ചെയ്തത്? ആദ്യം ബ്രാഹ്മണർക്ക് മാത്രമായി മന്ദിരത്തിന്റെ ചുറ്റും വേദന, അത് കഴിഞ്ഞ് അത് നഗര സങ്കീർത്തനത്തിന്റെ മുമ്പേ പോകുന്നതാക്കി അതിൽ എല്ലാവരും പങ്കെടുക്കാൻ. അങ്ങനെ അതില് ധാരാളം വിദ്യാർത്ഥികൾ വന്നു ചേരാൻ. അവരേത് ജാതി ഏത് മതമെന്നോ നോക്കാതെ അവരെവിടെ വേദം പഠിപ്പിച്ച് അവരെ ഇതിന് ചുറ്റും അങ്ങനെ ആ വേദോദ്ധാരണ പ്രക്രിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് സ്വാമി ഒരു സ്ത്രീകൾ ആരെടുക്കാൻ സമയത്തുള്ളത്. ചൈനീസ് ആൾക്കാരാണ് ആദ്യം കൊണ്ട് ആരതി എടുക്കുന്നത്. ചൈനക്കാർ വന്നപ്പോൾ ചൈനീസ് ഡേക്കാണ് സ്ത്രീകൾ ആരതി എടുക്കുന്നത്. അപ്പൊ പിന്നെ മറ്റു സ്ത്രീകൾ ആരതി എടുക്കുന്നത്. അത് ആ മാറ്റം പോലും വളരെ ചതുരമായ ക്രമാനുഗതമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്വാമി ഇങ്ങനെ. ഇതൊക്കെ നമ്മൾ സ്വാമിയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കണം. എനിക്കെന്താണ് ഇത്രയും ശക്തി കിട്ടിയത്? ഇറങ്ങി വരാൻ ഒട്ടുപോയ. പക്ഷെ സ്വാമിയുടെ അവസാന കാലത്ത് സ്വാമി പിടിച്ചോണ്ട് വന്ന് സ്വാമി അവിടെ കൊണ്ട് കസേരയിൽ ഇരിക്കുന്നു. പ്രസംഗിക്കാൻ നേരത്തെ കൊണ്ടുവന്ന് അപ്പുറത്ത് പിടിക്കുന്നു. സ്വാമിക്ക് വേണ്ടത്ര നന്നായി സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴും സ്വാമിയുടെ കരുത്ത് അവിടെ കാണായിരുന്നു. കണ്ണുകളിൽ വന്നിട്ട് എനിക്ക് സ്വാമി ആ സമയത്ത് അങ്ങനെ കണ്ടിട്ട് എന്റെ ദൈവമേ, എന്റെ സ്വാമിക്ക് ഇങ്ങനെ വന്നല്ലോ. നമുക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ആ വിഷമങ്ങളെയൊക്കെ അതിജീവിച്ച് കരുത്തോടുകൂടി, ഉഗ്രമായ കരുത്തോടുകൂടി ഭക്തന്മാരുടെ മുമ്പിൽ ഈ യാതനകളെ അതിജീവിച്ച് സ്വന്തം ആത്മീയമായ കരുത്ത് ജനങ്ങളുടെ മുമ്പാകെ സാധാരണ മനുഷ്യരായ നമ്മുടെ ഭക്തന്മാരുടെ മുമ്പിൽ അവർക്ക് മാതൃകയായി കാണിച്ചു. ഞങ്ങളുടെ വൃദ്ധസേവനത്തെന്ന് പറഞ്ഞാൽ ധാരാളം നാമജീവിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുണ്ട്. അവിടുത്തെ ദാസേട്ടൻ എന്നൊക്കെ പറഞ്ഞ് 90 വയസ്സായവരുണ്ട്. ഈ രഥം ഓർഡറെത്തിയപ്പോൾ 92 വയസ്സിൽ സേവനമനുഷ്ഠിക്കാൻ വേണ്ടി വൃദ്ധസദനത്തിൽ വന്ന് ജോലി ചെയ്യുന്ന ദാസേട്ടൻ. ഇവർക്ക് എത്രയോ പേരുണ്ട് സാധാരണക്കാരായ മനുഷ്യൻ. സ്വാമിക്ക് വേണ്ടി കരുത്തോടുകൂടി ഇപ്പോഴും നിന്ന് ജോലി ചെയ്യുന്നവർ. ഇത് സ്വാമിയുടെ ഉദാഹരണമാണ്. ജീവിതത്തിന്റെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. സ്വാമി എന്താ പറഞ്ഞത്? മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എക്സ്പാൻഷൻ ഈസ് മൈ ലൈഫ്. എക്സ്പാൻഷൻ ഈസ് മൈ ട്രൂത്ത്. ഇതാണ് ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്. നമ്മൾ സ്വാമിയെ ഈ പരിമിത വൃത്തത്തിൽ ഒതുക്കിയില്ലെങ്കിൽ സ്വാമി സകല ചരാചരങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്ന പ്രേമത്തിന്റെ അത്യത്ഭുതകരമായ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന് പെണ്ണുങ്ങൾ അവില് വളർത്താറുണ്ട്. അവില് പകത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നവരെ ഒരു സംഘടനയായി മാറി അവില് പകത്തി സ്വാമിയുടെ ശുദ്ധിബാബയുടെ നിർദ്ദേശം അനുസരിച്ച് ഒറ്റക്കൽ ശുദ്ധിബാബ പറഞ്ഞു വയലിൽ പുഴയുടെ കരയിൽ ആ ഒറ്റ വേദത്തിന്റെ അർത്ഥം അറിഞ്ഞില്ലാത്ത സ്ത്രീകളാണെന്ന് ആദ്യമായി ലോകത്തിൽ നിഷ്കാമമായ ഈ കർമ്മം സത്യസായി സംഘടനകളെ പഠിപ്പിച്ചത്. അതുപോലെ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ, നമ്മുടെ ജോലി ഇത് വിതരണം ചെയ്യലാണ്. അവിടെ നമുക്ക് വളരെ വിശാലമായ അതിരുകളില്ലാത്ത പ്രേമം. സ്വാമിയുടെ ഒരു പാട്ടുണ്ട്, മൈ ലൈഫ് ഈസ് മൈ
ലവ് മൈ പ്രേമ ലവ് ഈസ് മൈ ഫോം, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എന്റെ സ്വരൂപം എന്താണ്? അത് പ്രേമമാണ്. എന്റെ അതിനകത്ത് എല്ലാം വന്നു കഴിഞ്ഞു. എന്റെ സ്വരൂപം സത്യസായി ബാബയുടെ ശാരീരികമായ ശക്തിയാണെന്ന് അല്ലായെന്ന് ദിവസവും രാവിലെ എഴുന്നേറ്റ് യൂട്യൂബിൽ കൂടി കേൾക്കാൻ തുടങ്ങിയാൽ ഭഗവാൻ പറയുന്നത് മുഴുവൻ ഒന്നാണ്, ഈ സ്വരൂപമല്ല, ഐ ആം ലവ് ആൻഡ് നത്തിങ് എൽസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഞാൻ വിട്ടറിയാണ്. No reason for love, no season for love, no birth, no death. പ്രിസൈസ് ആയിട്ടുള്ള വേദാന്ത തത്വമാണ് വരുന്നത്. അടിവരയിട്ട വേദാന്തം. No reason for love, no season for love. കാരണമില്ല, കാരണമില്ലാത്ത ഏർപ്പാടാണ് പ്രേമം. അത് സാധാരണ പെൺകുട്ടികളോട് ചോദിക്കാറില്ല. ആ ചെറുക്കന്റെ മൂക്ക് ഇഷ്ടപ്പെട്ടാണോ നീ പോയത്? അത് നീ പ്രായം നോക്കിയിട്ടാണ്. മൂക്ക് കിട്ടുമല്ല, പ്രായം കിട്ടുക. ഇത് അത്ര സ്വാമിയോടുള്ള നമ്മുടെ പ്രേമം നമ്മുടെ പ്രേമമാണ്. അതാണ് ഒന്നാമത്. സ്വാമിക്ക് നമ്മളോടുള്ള പ്രേമം നമ്മളോട് മാത്രം. നമുക്ക് സ്വാമിയെ മാത്രമായിട്ട് പ്രേമിക്കാൻ പറ്റും. അത് എക്സ്പാൻഷൻ ഈസ് മൈ ലൈഫ്. എൻ്റെ ജീവിതം തന്നെ എക്സ്പാൻഷൻ. അതിങ്ങനെ ഓരോ കണികയിലും, പ്രപഞ്ചത്തിന്റെ ഓരോ കണികയിലും എത്രയോ ഗോളങ്ങളിലും പരന്നു കിടക്കുന്ന കിടപ്പാണ്. ഇതങ്ങനെയല്ല. ഈ സ്നേഹത്തിൽ പങ്കാളികളാകാൻ നമുക്ക് കഴിയണമെങ്കിൽ ആ അച്ചടക്കവും ചിട്ടയും പഠിച്ചാൽ. ഇനി ഞാൻ വേറൊരു ചെറിയ സംഭവത്തിലേക്ക് കടക്കാം. സമയം അതായത് സ്വാമി പറഞ്ഞു ഒരൊറ്റ പോക്ക് പോയി. അതായത് സ്വാമിയുടെ ഇച്ഛയാണ് വിട്ടുപോകുന്നത്, വേണ്ടാന്ന് വിചാരിക്കാൻ. സ്വാമിയുടെ പരിധികളെ കുറിച്ച് എന്നോടൊപ്പം പലതവണ ഇന്റർവ്യൂ കിട്ടിയ കരീം സാർ. ആ കരീം സാറ് ഒരിക്കൽ എൻ്റെ കൂടെ ഇഷ്ടം പോലെ അദ്ദേഹത്തിന്റെ ഭാര്യ എഴുതിയ പുസ്തകം നിങ്ങളൊക്കെ വായിച്ചതാണ്. നസീമ ബീവിയുടെ എൻ്റെ സായിമ എന്ന പുസ്തകം. ആ കുടുംബത്തിന്റെ പ്രേമം എന്ന് പറഞ്ഞാൽ, സായിബാബയോടുള്ള ഭഗവാനോടുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു ഊഹമില്ലാത്ത പ്രേമം. അവർ രണ്ടുപേരും ഇണക്കിളികളെ പോലെ മക്കളൊക്കെ വിദേശത്താണ്, ഒറ്റയ്ക്ക്. രാവിലെ എഴുന്നേറ്റ് കരീം സാർ സ്വന്തം മുറിയിൽ നിന്ന് പോയി നസീമയെ വിളിക്കാൻ അടുത്ത മുറിയിലേക്ക് ചെന്നപ്പോൾ നസീമ ശാന്തമായി ഉറങ്ങുന്നു. നോക്കിയപ്പോൾ ആൾ പോയി. അങ്ങനെ കരീം സാർ ഏകാന്ത വാസത്തിലായി. മക്കളൊക്കെ വന്നാൽ പോവും. ഏകാന്തത സഹിക്ക വയ്യാതെ മക്കൾ ഒരാൾ അദ്ദേഹത്തെ ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടു. ദുബായിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെ 40-50 നിലയുള്ള ഒരു വലിയ ഫ്ലാറ്റിന്റെ 41ാമത്തെ നിലയിൽ മുറിയിലാക്കി ജോലിക്ക് പോകാതിരിക്കാൻ പറ്റും.
ജോലിക്ക് പോയപ്പോൾ കുറെ നാളായി ഈ ഏകാന്തത മടുത്തിട്ട്. ഇനി ഇതെന്തിനാണ് ഈ ശരീരം കൊണ്ടു നടക്കുന്നത് എന്നൊരു തോന്നൽ കരീം സാറിനുണ്ടായി. കരീം സാർ പുറത്തേക്ക് വരാന്തേക്ക് അവിടെ വന്നു. ഫോണും പോക്കറ്റിൽ താഴെ 41 നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനം. ഫോൺ കയ്യിലെടുത്തത് തിരിച്ചറിയണമല്ലോ ധാരാളം. അപ്പൊ അവിടെ താഴെ ഉറുമ്പുകൾ പോലെ കാറുകൾ കിടക്കുന്നതാണ്. 2 നിമിഷം ഒരു സ്വല്പം നേരം നിന്നപ്പോൾ ഫോൺ ബെല്ലടിച്ച് കരീം സാർ അത് എടുത്ത് നോക്കിയപ്പോൾ ഭഗവാൻ സത്യസായി ബാബയുടെ പാട്ട്. അദ്ദേഹം അത് എടുത്തുകൊണ്ട് മുറിക്കകത്തേക്ക് പോയി. മുറിക്കകത്തേക്ക് പോയപ്പോൾ ആ ഫോണിൽ സത്യസായി ബാബയുടെ പടവും അതിൻ്റെ അടിയിൽ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞപ്പോൾ കുറ്റങ്ങളൊന്നും അറിയാം. ഞാൻ പറയാം, മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നോട്ട് സൂയിസൈഡ്, NOTSUICIDE, not suicide but suicide, but SAISIDE. ഇത് സ്വാമിക്കല്ല, ആർക്ക് കഴിയുന്നു ഇങ്ങനൊരു വാചകം ഉരുട്ടിയെടുക്കാൻ? സത്യസായി ബാബയ്ക്കല്ല, ലോകത്ത് ആർക്കും കഴിയില്ല മക്കളെ. നോട്ട് സൂയിസൈഡ്, നോട്ട് സൂയിസൈഡ് ബട്ട് സൂയിസൈഡ്. ഇത് എങ്ങനെയാണ് സ്വാമി ഉണ്ടാക്കിയത്? അവിടെയാണ് നമ്മൾ അവിടെ ചിന്ത നിർത്തില്ല. ഇത് ഗൂഗിൾ സമ്പ്രദായത്തെ മുഴുവൻ സ്വാമി ഇടപെടുന്നു അല്ലേ? സകല ഗൂഗിളിനെയും അമ്മാനമാടാൻ കഴിയാതെ ആ മെസ്സേജ് ആ സമയത്ത് അവിടെ വരില്ല. ഏകാന്തതയിൽ നിങ്ങളോടൊപ്പം ഹൃദയനിവാസിയായി സത്യസായി ബാബ ഉണ്ട്. സ്വാമി തീരുമാനിക്കാതെ നിങ്ങൾക്ക് ചാടാൻ കഴിയില്ല. അതിനെക്കുറിച്ച് ഭയമൊന്നും വേണ്ട. സത്യസായി ബാബയെ ആശ്രയിക്കുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ഭയപ്പെടണ്ട. 24 മണിക്കൂർ നമ്മുടെ ഇടയിൽ ചിലപ്പോൾ നമുക്കൊന്നും വേണ്ട, മതിയായി. കഷ്ടപ്പെട്ട് ചെറുപ്പക്കാർക്കും വരാറുണ്ട്. അപ്പോഴൊക്കെ ഈ സന്ദേശം സ്വാമിയുടെ ഓർമ്മ. ഈ ഗൂഗിളിനെ ഒക്കെ സ്വന്തം കൈകൊണ്ട് അമ്മാനമാടുന്ന അൾട്രാ മോഡേൺ സംവിധാനങ്ങളിലും സത്യസായി ബാബ പൂർണ്ണ നിയന്ത്രണം, അനുനിമിഷം പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ ചാടാൻ പോകുന്നതിനിടയിൽ ഗൂഗിളിൽ പോയി തപ്പി തെരഞ്ഞ് ആ മെസ്സേജ് അയച്ച് അത് അച്ചടിച്ച് പടത്തോടുകൂടി സ്പെല്ലിംഗും കൊടുത്ത് വരുത്താനുള്ള കഴിവ് സത്യസായി ബാബയ്ക്ക് ഈ സമാധി കഴിഞ്ഞിട്ടും അവശേഷിക്കുന്നു. മറന്നുപോകരുത്. ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ ഇന്നലെ കൊല്ലത്ത് വെച്ച് കൊട്ടാരത്തിൽ വെച്ച് ചെറുപ്പക്കാരൻ പയ്യനും അവന്റെ അമ്മയും കൂടി വന്നിരുന്നു. UK ആയിരുന്നു. 1 വയസ്സായപ്പോൾ UK. ഇന്ന് ഏതാണ്ട് 10-14 വയസ്സുണ്ട്. ആ മുഖത്ത് UK പോയി അടിച്ച് കളഞ്ഞു. ആ മുഖത്ത് എന്തൊരു സന്തോഷം. ആ അമ്മ സകലം ഉപേക്ഷിച്ച് ആ മകനെ നോക്കി വളർത്തി. 1ാം ക്ലാസ്സിന് അപ്പുറം അവൻ പഠിച്ചിട്ടില്ല. പക്ഷെ അവൻ പറയുന്നു അതിന് എല്ലാ ഫോണും കൈകാര്യം ചെയ്യാൻ കഴിയും. അവൻ അസലായിട്ട് ഭഗവാന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു. ഞാൻ അവന്റെ അടുത്ത് ചോദ്യം ചെയ്തില്ല. എൻ്റെ ഒരു സ്വഭാവം വിശ്വസിച്ചില്ല. ഞാൻ അവനെ ഉരുട്ടിയിട്ട് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ അവനെല്ലാം അറിയാം. ഭഗവാന്റെ ബാല്യം മുതൽ ഇങ്ങോട്ടുള്ള കഥകളെല്ലാം അവനറിയാം. 1 വയസ്സ് ലൂക്കേമിയ ബാധിച്ച് അതിനുശേഷം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അവൻ വന്നില്ല. കെട്ടിപ്പിടിച്ച് ഞാനൊന്നും ലജ്ജത്തോടെയാണ് നോക്കിയത്. പലർക്കും ഒരു ധാരണയുണ്ട് സത്യസായി ബാബ കഥകളിൽ അവശേഷിക്കുന്ന, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ കൊണ്ടാണ് സത്യസായി ബാബയുടെ ഭക്തി വളരുന്നത്.
നമ്മൾ ഇതിനകത്ത് ഒരു നിമിത്തങ്ങൾ പോലും ആകും. അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഒരു വല്ലാത്ത രോഗം സംശയാത്മാ വിനശ്യതി, സംശയഗ്രസ്തം. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും എന്താണ് ഉത്തമത്തിൽ നടക്കുന്നത് ഇതൊക്കെ ആലോചന. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഈ ചെവി കൂടി കേൾക്കാതെ ആ ചെവി കൂടി കളയാൻ പറ്റണം. എനിക്ക് അനുഭവമില്ല. എനിക്ക് അവിടുത്തെ ഇന്നത്തെ തുറന്നു പറയാനോ രത്നാകര സ്വാമിയോടും ഒന്നും അത്ര അടുപ്പമില്ല. ഞാൻ ഓടിപ്പോയി നമസ്കരിക്കാൻ. പക്ഷെ ഈ അടുത്ത കാലത്ത് ഞാൻ രത്നാകര സ്വാമിയുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രസംഗം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ദീർഘമായിട്ട് ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗം. ആ പ്രസംഗത്തില് 9 പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തെ ഭഗവാന്റെ അനുഭവങ്ങളാണ്. ആ വിവരിച്ചതിൽ നിന്ന് അതിന്റെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതിന്റെ രീതി, തെലുങ്ക് ഭഗവാൻ സത്യസായി ബാബ അനായാസമായി ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മുടെ മാനേജിംഗ് ട്രസ്റ്റി, സത്യസായി സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി ഈ ഇംഗ്ലീഷിനെ ഉപയോഗിക്കുന്നതിനാണ്. ഞാൻ ഇപ്പോഴും ആ മനുഷ്യനെ ആളുകളൊന്നും കണ്ടിട്ട് പോലും അത്രയും ആളുകൾ പോലും കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ആദ്യമായി ഒരു കാര്യം ബോധ്യപ്പെട്ടു. സത്യസായി ഓർഗനൈസേഷൻ ഈസ് ഇൻ സേഫ് ഹാൻഡ്സ്. സത്യസായി സംഘടന സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന് ബോധ്യപ്പെട്ടു. അവിടെ മനുഷ്യർ അറിവിൽ പറയുമ്പോൾ ഓടിച്ചെന്ന് ആകെ കുഴഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഒരു പുറത്തൊരു വെള്ളത്ത് ഒരു കൊച്ചു സായിമ എല്ലാം പണ്ട് സ്വാമി ചെയ്തതൊക്കെ വീണ്ടും ആവർത്തിക്കുന്നത്, ഇവരെ കുറിച്ചൊക്കെ കേട്ട് ബോധക്കേട് വന്ന് അതിന്റെ പുറകെ നടക്കുന്ന മഹാന്മാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് പോലും വഴിയെത്തുന്നു. അതൊന്നും അനുവദിക്കാൻ കഴിയുന്ന കാര്യമില്ല. നമുക്കൊരു ശക്തമായ സംഘടന വേണം. ആ സംഘടനയ്ക്ക് ഒരു നേതൃത്വം ഉണ്ടാകണം. ഗുരുതരമായ ഒരു കാലഘട്ടത്തിലൂടെ രാജ്യവും ലോകവും പോകുമ്പോൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ഗുപ്ത സന്ദേശങ്ങൾ തന്നിലേക്ക് ആകർഷിച്ച് അത് കൂട്ടായ നേതൃത്വത്തിൽ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു കടുത്ത അച്ചടക്കമുള്ള സംഘടന നമുക്കുണ്ടായിരിക്കും. അതിന് നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. ആ സംഘടനയ്ക്ക് കരുത്ത് മാത്രമല്ല, കരുത്തുള്ള സംഘടനകൾ ധാരാളമാണ്. ഇന്ത്യയിൽ ധാരാളം കരുത്തുള്ള സംഘടനകളുണ്ട്. അതിനൊരു ഹൃദയമുണ്ട്. സത്യസായി ബാബയും സത്യസായി പ്രസ്ഥാനവും ഇന്ത്യയുടെ ഹൃദയമാണ്. ഇത് നിങ്ങൾ മറന്നു പോകരുത്. അത് പേശിയല്ല, A.T. തോമസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നട്ടല്ല, ഹൃദയമാണ്. അതാണ് ഹൃദയം. ആ ഹൃദയത്തിന്റെ പൾസ് മിടിപ്പുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. തെറ്റിദ്ധരിച്ച് പോകരുത്. അതിനെ മറ്റൊന്നുമായിട്ടും താരതമ്യപ്പെടുത്തി ശക്തി ജനിക്കേണ്ട താമസം. ഹൃദയത്തിന്റെ ശക്തി അത് ആത്മീയ ഹൃദയവും ഭൗതിക ഹൃദയവുമല്ല. പ്രപഞ്ചത്തിന്റെ ആത്മീയ ഹൃദയമാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ആത്മസ്വരൂപം. അത് തിരിച്ചറിയാൻ ഭഗവാന്റെ കൃപയും കരുണയും നമുക്കുണ്ടാകട്ടെ. അതാത് സമയങ്ങളിൽ നിയമമായ തീരുമാനങ്ങൾ എടുക്കാനും കൃത്യമായി നടപ്പിലാക്കാനുള്ള ശേഷി നമുക്കെല്ലാം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ ഒരു കാര്യം പറഞ്ഞത്,
ആ ലവ് ഈസ് മൈ ഫോമിന്റെ അവസാന ഭാഗം മറന്നുപോകരുത്. ശ്രുതി ബാബ, ഭക്തി ബാബ, പ്രേമ ബാബ, ജയ് ജയ്. ശ്രുതി സായി, ഭക്തി സായി, പ്രേമ സായി, ജയ് ജയ്. ഈ മൂന്നും ചേർന്നതാണ് ഈ അവതാരം. അതില് തലയും വാലും മുറിച്ച് കളയുന്നു. ശ്രുതി സായി, ഭക്തി സായി, പ്രേമ സായി, ജയ് ജയ്. ഈ മൂന്നും നമുക്ക് വിദൂര ഭാവിയിലല്ല, സമീപ ഭാവിയിൽ തന്നെ ഇതൊക്കെ തന്നെ നടക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർണയമായിട്ടും നടന്നിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മളുണ്ടായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തീർക്കുന്നു. എൻ്റെ എല്ലാമായ നമസ്കരിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സായി ഡിവോട്ടീസിനും ഭഗവാന്റെ നാമത്തിൽ കൃതജ്ഞത പറയുക എന്നതാണ് നമുക്ക് എൻ്റെ കർത്തവ്യം. ഈ വൈകിവേളയിൽ ഓരോരുത്തരുടെ പേരിട്ട് പറഞ്ഞ് കൃതജ്ഞത പറയാനുള്ള സമയമില്ല. എങ്കിൽ തന്നെ നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ നമ്മുടെ ജില്ലാ പ്രസിഡന്റാണ് വിനോദ് ബാബു സാറിന് ഭഗവാൻ നാമധേയത്തിൽ എല്ലാവരുടെയും പേര് കൃതജ്ഞത അർപ്പിക്കുന്നു. രണ്ടാമതായി നമുക്ക് പറയേണ്ടത് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്, നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ, അദ്ദേഹത്തിന് ഭഗവാൻ നാമത്തിൽ എല്ലാവരുടെ നാമത്തിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളണം. മൂന്നാമതായി നമ്മുടെ ഉദ്ഘാടകൻ പ്രഭാഷകൻ അഡ്വക്കേറ്റ് വിപിൻ സാറ് വളരെ നല്ല പ്രഭാഷണം നടത്തി. പല കേട്ടിട്ടുള്ള പല പ്രഭാഷണങ്ങളും എങ്കിലും ഇവിടെ ഈ സദസ്സിന് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയിക്കുന്ന എല്ലാവരുടെയും പേരിൽ നാമധേയത്തിൽ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. നമുക്കിന്ന് സ്റ്റേറ്റ് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. ജില്ലാ പ്രസിഡന്റുമാര്, കൺവീനർമാര്, മറ്റുള്ള എല്ലാവർക്കും സായിബർക്ക് എല്ലാവർക്കും പ്രത്യേകം പേരെടുത്ത് പറയുന്നത് എങ്കിലും എല്ലാവരെയും പ്രത്യേകം പേരെടുത്താണ് സായി നമുക്ക് എല്ലാവരുടെയും പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. മറ്റുള്ള നമ്മുടെ ഈ ഹോളിൻ്റെ കാര്യം, അതുപോലെ നമ്മൾ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റിൽ സൗണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുക്കുന്ന അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സമിതി 4 സമിതികൾ ചേർന്നാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. നെരുവാങ്ങോട് നിയമം സ്ഥാപനങ്ങളുടെ പെരുമാറ്റവും ആ സമിതിയിലെ എല്ലാ പ്രവർത്തകർക്കും, പിന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സാഹിത്യത്തിലും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവർക്കും സർവനാമത്തെ കൃതജ്ഞത ചെയ്യുന്നു. ജയിച്ചു सुरेश एस, संतोष कुमार ए, संतोष कुमार जी, राधा कृष्ण. मंगलारती
ഓം ശ്രീ സായ വ്യാപിക്കുന്നു.